പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ഞാൻ 100% നിങ്ങൾക്ക് പറഞ്ഞു. കാരണം ഹലോ ഗായ്സ്, വെൽക്കം ടു രോഹിൽ ക്ലിക്സ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവരും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എല്ലാവരും 2024 കഴിഞ്ഞ് 2025 എങ്ങനെ ആയിരിക്കണം എന്നുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ പല ഗോൾസും കാര്യങ്ങളും ആൾക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സെറ്റ് ചെയ്ത ആൾക്കാർക്ക് അത് എങ്ങനെ നടപ്പാക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരികയാണ്. അതായത് 2025 നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആ പ്ലാനിങ് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡും കൂടെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നെക്സ്റ്റ് 1 ഇയർ നമ്മൾ ഉദ്ദേശിക്കുന്ന അച്ചീവ്മെന്റ് നമുക്ക് അതിൽ കൂടെ നേടിയെടുക്കാൻ പറ്റും. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാണാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. അതായത് എല്ലാവരും ചിന്തി എന്തിനാണ് പ്ലാനിങ് എന്ന്. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അതായത് എൻ്റെ ഒരു ജേർണിയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഒരു മാപ്പ് വേണം. ഒരു സ്ഥലത്ത് ഇറങ്ങി എനിക്കൊരു മാപ്പ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എത്താൻ കഴിയത്തുള്ളൂ. അതേപോലെയാണ് നമ്മൾ എന്ത് കാര്യം ലൈഫിൽ ഇറങ്ങി ചെയ്താലും, ഞാൻ എന്ത് കാര്യം ഇറങ്ങി ചെയ്താലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. ഈ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോൾ 2025 പ്ലാൻ ചെയ്താൽ പോലും, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു വർഷം ഞാൻ പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എനിക്ക് അതിനുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു വർഷം കൊണ്ട് എനിക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാനിങ് പക്കയായിരിക്കുക എന്നുള്ളതാണ്. സോ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2024 നിങ്ങൾ നടന്ന കാര്യങ്ങളൊന്ന് ആലോചിക്കുക. അതായത് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി, പക്ഷെ നിർത്തി. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങളും നടത്താക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച പലതും പല ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളും വെച്ച്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിൻസ്, ഏതൊക്കെയാണ് നിങ്ങളുടെ ലോസസ്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ, നമ്മൾ ആരാണ് എന്താണെന്നുള്ള കൃത്യമുള്ള ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ കുറെ പ്ലാൻ എഴുതി വെച്ചൊരു ബുക്കിൽ എഴുതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ റാദർ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് വേണം. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, എന്നെ കൊണ്ട് എന്ത് പറ്റും, എന്റെ കേപ്പബിലിറ്റി എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യം, ഞാൻ ഈ പറഞ്ഞ ആ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഈ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ പ്ലാനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച പ്ലാൻ ചിലപ്പോൾ പ്രൊഫഷണലി ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എന്റെ കരിയർ ഗ്രോത്തിനെ ബന്ധപ്പെട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ ചിന്തിക്കുകയാണ് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ എന്റെ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കരിയർ ഗ്രോത്തിൽ എനിക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ജോബ് ചെയ്യണം, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, എനിക്ക് വീഡിയോ ചെയ്യണം, അങ്ങനെ എക്സെട്ര എന്തും ആവാം. അപ്പൊ ഏതൊരു കാര്യം ഞാൻ ചെയ്തപ്പോഴും അപ്പൊ എന്റെ മൈൻഡിൽ ഒരു ഗോളോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഗോള് നിങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഗോൾ വെച്ചിട്ടുണ്ട്, ഈ ഗോൾ വെച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മൂന്നാമത്തെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഗോളിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വലിയൊരു ടാസ്ക് ചെയ്യാൻ നിങ്ങളെ തന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരു വലിയ ടാസ്ക് ചെയ്യാൻ തന്നാൽ എനിക്കത് ചെയ്യാൻ ചിലപ്പോൾ മടിയാണ്. കാരണം നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ മടിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നമ്മൾ കോളേജിൽ പോകുമ്പോൾ അസൈൻമെന്റ് തിരിക്കും. അസൈൻമെന്റ് 24 പേപ്പർ 25 പേപ്പർ എഴുതാൻ പറഞ്ഞാൽ പാടായിരിക്കും. പക്ഷെ ഒരു ദിവസം ഒരു പേപ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പിന്നെ അത് ചെയ്യും. നമുക്ക് ആ ചെയ്യാനുള്ളൊരു മെന്റൽ പവർ നമുക്ക് കിട്ടും. എനിക്കത് എങ്ങനെയൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള. അപ്പൊ അതുപോലെയാണ് ഇതും. അതായത് നിങ്ങൾക്കൊരു വലിയ വർക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അതായത് ചെറിയ സ്മോൾ മൈൽ സ്റ്റോൺസ് ആയി ഡിവൈഡ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ പേഴ്സണലി ഞാൻ വിചാരിക്കുകയാണ് നാളെ മുതൽ എനിക്ക് 1-ാം തീയതിയോട് ജിമ്മിൽ പോകണം, എൻ്റെ ഒരു 10 കിലോ വെയിറ്റ് കുറയ്ക്കണം. ഒറ്റയടിക്ക് വിചാരിച്ചാൽ എന്നെ കൊണ്ടത് പറ്റൂല. പകരം ഞാനൊരു 2 to 3-4 kgs എന്ത് ചെയ്യണം, ഞാൻ ഒരു 4 മാസം കൂടുമ്പോൾ കുറയ്ക്കാൻ ശ്രമിച്ചു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 1 ഇയറിനുള്ള എന്റെ 1 ഇയർ ഗ്യാപ്പ് വെച്ചോ എങ്കിൽ പോലും എനിക്ക് എന്റെ 10 kg കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഗോളോടെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും എന്ത് ടാസ്ക് ആയിരുന്നു ആ ടാസ്കിനെ നിങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പഠിക്കുക. ഒരു കംപ്ലീറ്റ് ടാസ്കിനെ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂൾ നമുക്ക് ചെയ്യണം. അതായത് നമുക്ക് ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും.
അതായത് നിരവധി ടൂൾസ് ഇപ്പം തന്നെ നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ട്രെല്ലോ ഉപയോഗിക്കാറ് ആൾക്കാരുണ്ട്, ഇപ്പം നോഷൻ, അങ്ങനെ പല രീതിയിലുള്ള ഈ ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റും കാര്യങ്ങളും നമ്മൾ പേപ്പറിൽ എഴുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ബേസിക്കലി ഒരു പ്ലാനർ വാങ്ങും. പ്ലാനർ വാങ്ങിച്ചിട്ട് അതിനകത്ത് എൻ്റെ ഒരു 1 ഇയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ 1 വീക്ക്, ഞാൻ ബേസിക്കലി 1 വീക്ക് എങ്ങനെ ആയിരിക്കണം, ചിലപ്പം എത്ര വീഡിയോസ് ഷൂട്ട് ചെയ്യണം, അല്ലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പഠിക്കണം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ 1 വീക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളാണ് ഞാൻ 1 മന്ത് പ്ലാൻ ചെയ്യാറില്ല, 1 വീക്ക് പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകും. അതേപോലെ നിങ്ങൾക്ക് ചില പ്ലാനേഴ്സ് യൂസ് ചെയ്യാം, അല്ലെ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ അത് കഴിഞ്ഞ് നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഈ അക്കൗണ്ടബിൾ എന്ന് പറയുന്നത് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മളെ ടാസ്ക് തന്നെയാണ്. ഇപ്പൊ ഞാനൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് അത് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വെളിയിൽ നിന്ന് ചായ കുടിക്കാൻ വിളിക്കും. അപ്പൊ അവൻ്റെ കൂടെ ചായ കുടിക്കാൻ പോവോ അതോ ഞാൻ ടാസ്ക് ചെയ്യുമെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ നമ്മളെ ടാസ്ക് നമ്മൾ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഈ കംപ്ലീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതിലാണ് നമുക്ക് ആ ഒരു ഗോളിനോട് നമ്മൾ എന്തുമാത്രം നമ്മൾ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി അതിലേക്ക് പോകാന്നുള്ളതാണ്. സോ അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബാക്കപ്പ് എന്തിനും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിൽ ഒരു സംഭവം എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, ഇറ്റ്സ് ഓക്കെ. ഈ ഓക്കെ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യുവാണ്, ആ ടാസ്കിന് പകരം ശരി ഞാൻ നാളത്തേക്കൊന്ന് മാറ്റി വെച്ചു. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, എനിക്ക് മൂടില്ല, അല്ല എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ല എനിക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാണാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അത് മാറ്റി വെക്കാന്നുള്ളത്, എനിക്ക് പിന്നെ നാളെ ഒരു ദിവസത്തേക്ക് അത് ചെയ്യാം. അതേപോലെ നിങ്ങൾ ലൈഫിൽ ചിന്തിക്കുന്നത് നമ്മൾ എന്തൊരു കാര്യം ഇറങ്ങി ചെയ്താലും കംപ്ലീറ്റ്ലി കൊടുക്കാതിരിക്കുക. ഒരു പൈ ചാർട്ട് പോലെയാണ്. അതായത് നമ്മൾ ഒരു സൈഡ് നമ്മുടെ വർക്കിന് വേണ്ടി നമ്മൾ കൊടുക്കണം, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൊടുക്കണം, അതിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ സെൽഫ് കെയർ, നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരിക്കലും ഞാൻ വിഷമിച്ചോ ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പം എനിക്ക് ഒരു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ലൈഫ് പോകണമെന്നില്ല, പല രീതിയിലുള്ള സിറ്റുവേഷൻസിൽ പോകും. അതുകൊണ്ട് നമ്മൾ സെൽഫ് കെയർ എന്നൊരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ മാത്രമേ നമുക്ക് ഏതൊരു ഗോളും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും ഇപ്പൊ 2025 നിങ്ങൾ പ്ലാൻ ചെയ്താൽ പോലും എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ പോവുക. അല്ലാതെ ഒരു റെസൊല്യൂഷൻ മറ്റേ January 1 എടുത്തിട്ട് അത് 4 മാസം കഴിഞ്ഞ് കളഞ്ഞിട്ട് പോകണമെങ്കിൽ എത്രയോ നല്ലതാണ് നമ്മൾ കൃത്യമായിട്ടൊരു ഐഡിയ വെച്ച് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ ഡിവിഷനോട് കൂടി കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അതിലൂടെ മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവസാനം വേണ്ടി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ നേരം നമ്മൾ ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ഈ ഞാൻ പറയും പോലെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലായി ഇറ്റ്സ് ഓക്കെ ആണ്. അതായത് നമ്മൾ അതിൽ ബോധർ ചെയ്ത് നമ്മുടെ ലൈഫിനെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൂ, എന്തെങ്കിലും കാര്യം ലേൺ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും പഠിക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിൽ ചെറിയ മൈൽ സ്റ്റോൺസ് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ 100% നിങ്ങളത് പറഞ്ഞു. കാരണം ഞാൻ ഈ ഒരു കാര്യമെന്ന് പറയണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്ന ആൾ മാത്രമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് റിഫ്ലക്റ്റ് ആയെങ്കിൽ മാത്രമാണ് ഞാൻ അത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. സോ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കി അറിയാം. ഞാൻ അങ്ങനെ എനിക്ക് ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇത് നടക്കാൻ പറ്റില്ല എന്നൊരിക്കലും ഇല്ല. ആര് വിചാരിച്ചാലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം, ഷെഡ്യൂൾ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ പറ്റൂ. സോ ഈ പറഞ്ഞ ഇത്രയും ഗൈഡ്സും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. സോ അതിലൂടെ നിങ്ങൾക്ക് 2025 എന്ന് പറയുന്ന ഇയർ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമേസിംഗ് ഇയർ ആയിട്ട് മാറാൻ സാധിക്കട്ടെ. സോ ഈ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. സോ അപ്കമിങ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.